വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാടപ്പള്ളി ഉന്നതിയിലെ മാറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ സഹായധനം കുടുംബത്തിന് കൈമാറും. വിവരങ്ങളുമായി ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? മാടപ്പള്ളി ഉന്നതിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മാറിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം വനംവകുപ്പ് മാറിൻ്റെ കുടുംബ സഹായ ധനം കൈമാറും. 10 ലക്ഷം രൂപയാണ് 10 ലക്ഷം രൂപയാണ് മാറിൻ്റെ കുടുംബത്തിന് കൈമാറുക. ഇതിൽ ആദ്യ ഗഡു എന്നുള്ള നിലയിൽ 6 ലക്ഷം രൂപ മാറിൻ്റെ കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 11 വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ 9 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ജനുവരി 24-ന് അമരക്കൊല്ലിയിലെ രാധ മരിച്ചിരുന്നു, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. 2023-ൽ തോമസും അതുപോലെ തന്നെ പ്രജീഷും, പശുവളർത്തു തൊഴിലാളിയായ പ്രജീഷും കടുവയുടെ ആക്രമണത്തിലാണ് മരിച്ചത്. 2010-ൽ 3 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഇങ്ങനെ കടുവയുടെ ആക്രമണം ഈ ഒരു സീസണിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മെയ്റ്റിംഗ് സീസണാണിത്. കടുവയുടെ മെയ്റ്റിംഗ് സീസണിൽ കടുവ ആക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഉന്നതിയിലെ ആളുകളെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഉന്നതിയിലെ ആളുകളെ പരമാവധി ഇത്തരം വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, മാരനെ കൊന്ന കടുവയെ തിരിച്ചറിയാനായി ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് കടുവ കടക്കാതിരിക്കാൻ ക്യാമറ ട്രാപ്പുകൾ എല്ലാ ഭാഗങ്ങളിലും സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. അല്പസമയത്തിനകം മാറിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സംസ്കാരത്തിന് ശേഷമായിരിക്കും വനം വകുപ്പിൻ്റെ 6 ലക്ഷം രൂപ ആദ്യ ഗഡു എന്നുള്ള നിലയിൽ കുടുംബത്തിനുള്ള ധനസഹായമായി നൽകുക. ശ്രീനിധി. ശരി, ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.